إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹു ആ നിലയിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ അറിയാതെ കടന്നു വന്നവരാണ് നാം ഓരോരുത്തരും. ഈ ലോകത്തേക്ക് വന്ന അന്നു മുതൽ നമ്മൾ തുടങ്ങിയ നിരന്തരമായ ഒരു യാത്ര. പല കാഴ്ചകളും നമ്മൾ കണ്ടു, പലതും നമ്മൾ അനുഭവിച്ചു, ആസ്വദിച്ചു. കുറെ നൊമ്പരങ്ങളും വേദനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെയായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില യാഥാർത്ഥ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കേണ്ട, എപ്പോഴും അവന്റെ ബോധമണ്ഡലത്തിൽ മതിച്ചുകൊണ്ടിരിക്കേണ്ട അടിസ്ഥാനപരമായ അറിവ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറതു മുഖ്ബില. ഓരോ സെക്കൻഡുകൾ കഴിയുന്തോറും ദുനിയാവ് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുദ്ബിറത്താണ്. മുദ്ബിറത്ത് എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകുന്നതാണ്, പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറതു മുഖ്ബില, നമ്മുടെ മുന്നിലേക്ക് ആഖിറത്ത് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് പൊടിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുമ്പോൾ, പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആഖിറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ,
ദുനിയാവിനും ചില മക്കളുണ്ട്, സന്തതികളുണ്ട്, ദുനിയാവിന്റെ സന്തതികൾ. അതുപോലെ തന്നെ ആഖിറത്തിനും ചില സന്തതികളുണ്ട്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ദുനിയാവിനും ആഖിറത്തിനും അതിൻ്റെതായ സന്താനങ്ങളുണ്ട്, സന്തതികളുണ്ട്. അതുകൊണ്ട് ഫകൂനൂ മിൻ അംബാഇൽ ആഖിറ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ സന്തതികളാവുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, ഒരിക്കലും നിങ്ങൾ ദുനിയാവിന്റെ സന്തതികളാവരുത്, ദുനിയാവിന്റെ മക്കളാകരുത്. അറിയണം, ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ് ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ് വലാ ഹിസാബുൻ വലാ അമൽ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അമലിന്റെ ലോകമാണ്, പ്രവർത്തനത്തിന്റെ ലോകമാണ്, അധ്വാനത്തിന്റെ ലോകമാണ്. വലാ ഹിസാബ്, ഇത് വിചാരണയുടെ ലോകമല്ല, വിധി പറയുന്ന ലോകമല്ല. നേരെ മറിച്ച് ഇത് അമലിന്റെ ലോകമാണ്, പ്രവർത്തനങ്ങളുടെ ലോകമാണ്. വഗദൻ ഹിസാബുൻ വലാ അമൽ, വരാനുള്ള ആഖിറത്ത് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല, അവിടെ നിസ്കരിക്കാൻ കഴിയില്ല, അവിടെ സദഖ നൽകാൻ കഴിയില്ല. അവിടെ ഈ രൂപത്തിൽ നമുക്ക് ഈ പ്രതിഫലം കിട്ടുന്ന രൂപത്തിലുള്ള അമലുകളുമായിട്ട് മുന്നേറി വിജയിക്കുവാൻ തോറ്റുപോയവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്നത് വഗദൻ ഹിസാബുൻ വലാ അമൽ, പ്രവർത്തിച്ച് നേടിയെടുത്ത് വിജയിക്കുവാൻ കഴിയാത്ത രൂപത്തിൽ വിചാരണ നേരിട്ട് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു നാളെയാണ് നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളത്. അതുകൊണ്ട് ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നീ ആഖിറത്തിന്റെ സന്തതിയാകണേ, ആഖിറത്തിന്റെ സന്താനമാകണേ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് നൈമിഷികമായ ദിനങ്ങൾ മാത്രമാണ്, ഏതാനും ചുരുക്ക സമയം, ഏതാനും കുറഞ്ഞ സമയം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലാ തഅജൽ അലൈഹിം ഇന്നമാ നഅദ്ദു ലഹും അദ്ദാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, ഈ ലോകത്ത് അഹങ്കരിച്ചുകൊണ്ട് ധിക്കാരികളായി ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ കാര്യത്തിൽ പ്രവാചക അങ്ങൊരിക്കലും ധൃതി കാണിക്കണ്ട, അങ്ങ് അവരുടെ കാര്യത്തിൽ അജലത്ത് കാണിക്കണ്ട. ഫലാ തഅജൽ അലൈഹിം, അവരുടെ കാര്യത്തിൽ നിങ്ങൾ അജലത്ത് കാണിക്കണ്ട. ഇന്നമാ നഅദ്ദു ലഹും അദ്ദാ, അവരുടെ ദിനങ്ങൾ നാം എണ്ണിയിട്ടുണ്ട്, അവരുടെ ദിനങ്ങൾ നാം എണ്ണിയിട്ടുണ്ട്. നഅദ്ദു ലഹും അദ്ദാ, അവരുടെ ദിവസങ്ങളുടെ അദദ്, അവരുടെ ദിനരാത്രങ്ങളുടെ അദദ്, അത് കണക്കാക്കപ്പെട്ടു, അവരുടെ ദിനരാത്രങ്ങൾ എഴുതി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിഷമിക്കണ്ട, ധൃതി കാണിക്കണ്ട എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രവാചകനോട് പറഞ്ഞ വാചകം മഹാനായ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അത് ഓതുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശ്വാസം പോലും എണ്ണി കണക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ അൻഫാസുകൾ, അവന്റെ ശ്വാസങ്ങൾ അത് എണ്ണിക്കണക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സഹായമാണ്, അല്ലെങ്കിൽ എന്ത് പ്രതീക്ഷയാണ് ദുനിയാവിലുള്ളത്? കാരണം അത് വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവനെ സംബന്ധിച്ചിടത്തോളം അവനിതാ വളരെ വേഗത്തിൽ അവന്റെ കാറ്റൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അവന്റെ കഥ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് തന്നെ അറിയപ്പെട്ട ചില ആളുകൾ അവരുടെ സംസാരങ്ങൾ എടുത്തു ധരിക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ ഇന്ന അൻഫാസ ബിനി ആദമ ബൈനൽ യൗമി വൽ ലൈല 24,000 നഫസ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 24,000 തവണ അവൻ ശ്വാസം കഴിക്കുന്നുണ്ട്. രാവും പകലുമായി നമ്മൾ വലിച്ചുവിടുന്ന ശ്വാസം, പകൽ അത് 12,000, അതുപോലെ തന്നെ രാത്രി 12,000. ഫിൽ യൗമി 12,000 വഫിൽ ലൈലി 12,000. 12,000 തവണ നമ്മൾ പകലിൽ ശ്വാസം വലിച്ചു വിടുന്നുണ്ട്, രാത്രിയിൽ 12,000 തവണ ശ്വാസം വലിച്ചു വിടുന്നുണ്ടെങ്കിൽ മൊത്തം 24,000 തവണ ഒരു മനുഷ്യൻ ഒരു ദിവസം ശ്വാസം വലിച്ചു വിടുന്നുണ്ട്. അതൊരു കണക്കാണ്, അതൊരു അദദാണ്, അത് എണ്ണിക്കണക്കാക്കപ്പെട്ടതാണ്. അവസാനത്തെ ഒരു ശ്വാസമുണ്ട് നമുക്ക്, ഏതൊരു മനുഷ്യനും നിശ്ചയിക്കപ്പെട്ട അവസാനത്തെ ശ്വാസം. ആ അവസാനത്തെ ശ്വാസം ഓർക്കുകയാണ് ആയത്തോതിയിട്ട്, മറിയമിലെ 84-ാമത്തെ ആയത്തോതിയിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇന്നമാ നഅദ്ദു ലഹും അദ്ദാ, അവരുടെ ശ്വാസം, അവരുടെ ദിനങ്ങൾ നാം കണക്കാക്കിയിട്ടുണ്ട് പ്രവാചക എന്ന ആയത്തോതിക്കൊണ്ട് ഫബക, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആഖിറുൽ അദദി ഖുറൂജ് നഫ്സിക്, ആഖിറുൽ അദദി ഫിറാഖു അഹ്ലിക്, ആഖിറുൽ അദദി ദുഖൂലി ഖബരിക്. നിന്റെ അവസാന ശ്വാസം,
നിനക്ക് എണ്ണിത്തന്ന ശ്വാസം ഉണ്ടല്ലോ, ഒരു ദിവസം 24,000 വീതം നിനക്ക് എണ്ണിത്തന്ന ശ്വാസത്തിന്റെ അവസാനത്തെ ശ്വാസം നീ വലിച്ചു കഴിഞ്ഞാൽ ആഖിറുൽ അദദി ഖുറൂജു നഫ്സിക്, അവസാന ശ്വാസത്തോടെ നിന്റെ ശരീരം യാത്ര പറയുകയായി. നീ ഇവിടെ നിന്ന് എക്സിറ്റ് ഖുറൂജ് അടിക്കുകയായി, ഇവിടെ നിന്ന് നിന്നെ പുറത്താക്കുകയായി. ആഖിറുൽ അദദി ഫിറാഖു അഹ്ലിക്, അവസാന ശ്വാസത്തോടെ നിന്റെ കുടുംബത്തോട് നീ യാത്ര പറയുകയായി, നിന്റെ വീട് വിട്ട് നീ ഇറങ്ങുകയായി. ആഖിറുൽ അദദി ദുഖൂലി ഖബരിക്, അവസാന ശ്വാസത്തോടെ ദുനിയാവിലെ രമ്യഹർമ്മങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, കൊട്ടാര സമാനമായ ഭവനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഖബറാകുന്ന ഇടുങ്ങിയ ലോകത്തേക്ക് നീ മാറുകയായി. ആഖിറു അദദ്, അവസാന ശ്വാസം, നിനക്ക് എണ്ണിത്തന്ന അവസാന ശ്വാസം, ശ്വാസങ്ങളിൽ അവസാനം നിനക്ക് നിശ്ചയിക്കപ്പെട്ട ശ്വാസം, ആ ശ്വാസത്തോടെ ഈ ദുനിയാവിൽ നിന്ന് നീ പുറത്താക്കപ്പെടുകയാണല്ലോ. വിശുദ്ധ ഖുർആനിലെ വചനം ഓതിക്കൊണ്ട് ബക്കാ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. വിശുദ്ധ ഖുർആൻ അത് ഏറ്റവും നല്ല രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ അറിയുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കാരണം ഓരോ നിമിഷവും മനുഷ്യനെ ഓർക്കേണ്ടതുണ്ട്. ഓരോ ശ്വാസം കഴിയും തോറും നമ്മുടെ എണ്ണം, അതിന്റെ കൗണ്ടിങ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗം ഓടി വരുന്ന മരണം, ആ മരണം നമ്മുടെ സമീപത്തെത്തി, നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തുണ്ട്. അതിന്റെ അടയാളങ്ങൾ മുഴുവനും നമ്മുടെ പരിസരത്തുണ്ട്. വിളിച്ചു പറയുന്നുണ്ട്, അലാമുറ മുഴങ്ങുന്നുണ്ട്, സൈറൻ മുഴങ്ങുന്നുണ്ട്, നിന്റെ മരണമെടുത്തു എന്ന സൈറൻ ചുറ്റുഭാഗത്ത് നിന്നും അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ആംബുലൻസിന്റെ സൈറനായി വരണമെന്നില്ല. അതല്ലാതെ തന്നെ മഹാനായ യാക്കോബ പ്രവാചകന്റെ പേരിൽ പറയപ്പെട്ടൊരു സംഭവമുണ്ട്. യാക്കൂബ് നബിയുടെ പേരിൽ പറയപ്പെട്ട സംഭവം. അദ്ദേഹം ഒരിക്കൽ മലക്കുൽ മൗത്തിനോട് ചോദിച്ചത്, ഇന്നി അസ്അലുക ഹാജ, എനിക്ക് നിന്നോട് ഒരു ആവശ്യം പറയാനുണ്ട് മലക്കുൽ മൗത്തേ. മലക്കുൽ മൗത്ത് തിരിച്ചു ചോദിച്ചു, മാഹിയ, എന്താണ് അങ്ങയുടെ ആവശ്യം? ആ സന്ദർഭത്തിൽ യാക്കോബ പ്രവാചകൻ പറഞ്ഞത്രേ, അൻ തുഅല്ലിമനി ഇദാ ദനാ അജലി വഅറദത അൻ തഖബല റൂഹി, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആത്മാവ് എടുക്കുന്ന സമയത്ത്, അത് എത്തുന്നതിന് മുമ്പ്, എന്റെ അജൽ അവസാനിക്കുന്നതിന് മുമ്പ്, എന്റെ മരണം അടുക്കുന്നതിന് മുമ്പ് ഒരു ഇൻഫോം ചെയ്യണം, ഒന്ന് വിവരം അറിയിച്ചേക്കണം, എന്തെങ്കിലും എനിക്കൊന്ന് അറിയിപ്പായി തന്നേക്കണം. മലക്കുൽ മൗത്ത് പറഞ്ഞു തരാ, നഅം, തീർച്ചയായും വിവരം തരാം. ഉർസിലു ഇലൈക റസൂലൈനി ഔ സലാസ, അങ്ങയുടെ ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ ദൂതന്മാരെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞുവിടാം. നിങ്ങളുടെ ആയുസ് അവസാനിച്ചു എന്നറിയിക്കാൻ വേണ്ടി ദൂതന്മാരെ പറഞ്ഞുവിടാം എന്ന് പറഞ്ഞ് മലക്കുൽ മൗത്ത് പോയി. ഫലമ്മൻ ഖളാ അജലുഹു അതാ ഇലൈഹി മലക്കുൽ മൗത്ത്. യാക്കോബ് പ്രവാചകന്റെ ആയുസ് അടുത്തപ്പോ അദ്ദേഹം ഇതാ മലക്കുൽ മൗത്ത് കടന്നു വരികയാണ്. മലക്കുൽ മൗത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, സായിറുൻ ജീത അം ലിഖബ്ലി റൂഹി, അല്ല സാധാരണ വരുന്നത് പോലെ അല്ലെങ്കിൽ വല്ലപ്പോഴും വരുന്നത് പോലെയോ സന്ദർശിക്കാൻ വന്നതാണോ, അതല്ല എന്റെ റൂഹ് എടുക്കാൻ വന്നതാണോ, എന്താ വരവിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോ മലക്കുൽ മൗത്ത് പറഞ്ഞത്രേ, ലിഖബ്ലി റൂഹിക്, അങ്ങയുടെ റൂഹ് എടുക്കാൻ തന്നെ വന്നതാ, അങ്ങയുടെ ആത്മാവ് എടുക്കാൻ തന്നെ വന്നതാ. ആ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കാൻ, അവലസ്ത കുന്ത അഖ്ബർതനി അന്നക തുർസിലു ഇലൈ റസൂലൈൻ ഔ സലാസ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് എന്റെ ആത്മാവ് എടുക്കുന്നതിന് മുമ്പ് 1, 2, 3 ദൂതന്മാരെയൊക്കെ പറഞ്ഞു പോയ ആളല്ലേ, എന്നിട്ട് ഇപ്പോ റൂഹിനെ എടുക്കാൻ വന്നതാണോ? ആ സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് പറഞ്ഞത്രേ, ഖദ് ഫഅൽത്, അത് ചെയ്തല്ലോ, ദൂതന്മാർ വന്നല്ലോ. എന്നിട്ട് വിശദീകരിച്ചു കൊടുത്തു, ബയാലു ശഅരിക ബഅദ സവാദിക്, ബയാലു ശഅരിക ബഅദ സവാദിക്, അതെ അങ്ങയുടെ മുടി കറുത്ത മുടിയായിരുന്നില്ലേ, അങ്ങയുടെ മുടി കറുത്ത മുടിയായിരുന്നില്ലേ, അത് വെളുത്തില്ലേ? ബയാലു ശഅരിക്, അങ്ങയുടെ മുടി വെളുത്തുപോയില്ലേ, നര വന്നില്ലേ? അതാണ് ഒന്നാമത്തെ ദൂതൻ, അതാണ് ഒന്നാമത്തെ അടയാളം. ലഅഫു ബദനിക ബഅദ ഖുവതിഹി, നല്ല ആരോഗ്യമുണ്ടായിരുന്ന അടുത്ത് നിന്ന് മെല്ലെ മെല്ലെ രോഗത്തിലേക്ക് നിങ്ങൾ പോയില്ലേ, ആ രോഗം വന്നില്ലേ? പഴയതുപോലെ ഓടാനോ ചാടാനോ നടക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയില്ലേ? മുട്ടുവേദനയും ഊരവേദനയും അതുപോലെ തന്നെ നമുക്ക് നടക്കാൻ കഴിയാതെ വീണുപോകുന്ന അവസ്ഥകളും ഒക്കെ ആയില്ലേ? രോഗം വന്നില്ലേ? അതെ, നിന്റെ ശരീരം രോഗത്തിലേക്ക് വീണില്ലേ? അതൊക്കെ ദൂതനായിരുന്നു, അലാമായിരുന്നു, അറിയിപ്പായിരുന്നു, സൈറനായിരുന്നു. ചുറ്റുഭാഗത്ത് ശരീരത്തിന്റെ ക്ഷീണവും അതുപോലെ തന്നെ അതിന്റെ ബലക്ഷയവും അതുപോലെ നടക്കാൻ വറച്ചതും
മുടി വെളുത്തതും ഇത് മുഴുവനും നിന്നെ സംബന്ധിച്ചിടത്തോളം ദൂതനായിരുന്നു. മരണം വരുന്നുവെന്ന ദൂതനായിരുന്നു. ഇനി എന്ത് ദൂതൻ വരാനാണ്? ഇനി എന്ത് ദൂതനെത്താനാണ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ഒരുപാട് സൈറൻ മുഴങ്ങുകയാണ്. ആ സൈറൻ മുഴുവനും നമ്മുടെ നേരമെടുത്തു അല്ലെങ്കിൽ മരണമെടുത്തു എന്ന സൈറനാണ്. കൊഴിഞ്ഞു പോവുകയാണ്, ദിവസങ്ങൾ തീർന്നു പോവുകയാണ്. ഓരോ ദിവസം കൊഴിയും തോറും, ദിവസങ്ങൾ കൊഴിയും തോറും എന്ത് നേടി എന്നത് വലിയ പ്രശ്നമാണ്. ഈ ദിവസം കൊണ്ട് എന്ത് നേടി എന്നത് വലിയ പ്രശ്നമാണ്. ഈ 30 വയസ്സുകൊണ്ട്, 40 വയസ്സുകൊണ്ട്, 50 വയസ്സുകൊണ്ട്, 60 വയസ്സുകൊണ്ട്, 70 വയസ്സുകൊണ്ട് എന്ത് സമ്പാദിച്ചു എന്നത് പ്രശ്നമാണ്. ഇത്രയും നാൾ ഇവിടെ ജീവിച്ചിട്ട് എന്താണ് നേടിയത്? കുറെ പാപങ്ങളും കൊള്ളരുതായ്മകളും അങ്ങനെ ഒരിക്കലും ആരോടും പറയാൻ പറ്റാത്തതുമായ സംഗതികളും ചെയ്തികളും കോരിക്കോമ്പാരം പോലെ അല്ലെങ്കിൽ ഒരു മലസമാനം, ഒരു പർവ്വത സമാനം വാരി വെച്ചതല്ലയോ? ആ മരണത്തിന്റെ ദൂതൻ സമീപത്തെത്തിപ്പോയി. ഹൃദയമാകട്ടെ ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി നമ്മൾ സമ്പന്നരാണെന്ന്. ലോകത്ത് ദുനിയാവിൽ നിനക്ക് നൽകപ്പെട്ട നിഅമത്തുകൾ, ദുനിയാവിന്റെ നിഅമത്തുകൾ, അത് മക്കളാകട്ടെ, പണമാകട്ടെ, ആസ്തിയാകട്ടെ, ജോലിയാകട്ടെ, സ്റ്റാറ്റസ് ആകട്ടെ, സർവ്വതും വഞ്ചനാത്മകമാണ്. നേരത്തെ പറഞ്ഞ നിന്റെ അവസാന ശ്വാസത്തോടെ തീർന്നു പോകുന്നതാണ്. നിന്റെ കുടുംബവും നിന്റെ ജോലിയും നിന്റെ പ്രതാപവും നിന്റെ ബാങ്ക് ബാലൻസും നിന്റെ പറമ്പും നിന്റെ പാടവും സർവ്വതും ദുനിയാവിലെ സർവ്വതും അത് വഞ്ചനാത്മകമാണ്. മരിച്ചു കിടന്നാൽ മക്കൾ പൊട്ടിക്കരയും. അതുപോലെ തന്നെ ഇതാ സമ്പത്ത് വിട പറഞ്ഞു പോകും. മൈററിയത്തീമായി കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, പൊട്ടി കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവളന്യ മെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. ഓരോ മനുഷ്യനും ഈ ലോകത്ത് വിട പറയുമ്പോ അവന്റെ മക്കൾ തലഭാഗത്തിരുന്ന് പൊട്ടിക്കരയുകയാണ്. ഇട്ടും പൊട്ടും തിരിയാത്ത മക്കൾ യതീമുകളായി മാറുകയാണ്. തന്റേതെന്ന് മാത്രം കരുതി താൻ കൊണ്ടു നടന്ന തന്റെ ഇണ തന്നിൽ നിന്ന് അകന്നുപോയി മറ്റൊരാളോടൊപ്പം ജീവിതം പങ്കിടുകയാണ്. ദുനിയാവിലുണ്ടെന്ന് കരുതിയത് മുഴുവനും എടുത്തുകൊണ്ടുപോയി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് ഒരു സംഘം ആളുകളുമായി മഖബറയിൽ പോയി നിന്നു. ആളുകൾ മറമാടുന്ന ഇടത്ത് പോയി നിന്നു. ആ ശ്മശാനത്തിൽ പോയി നിന്നു. എന്നിട്ടങ്ങ് വിദൂരതയിലേക്ക് അങ്ങ് നോക്കി. കണ്ണത്താ ദൂരത്തോളം ഖബറുകളാണ്. അവിടെ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹബറുക്കും, എന്തുണ്ട് വിശേഷം, എന്താ നിങ്ങളുടെ വാർത്ത? വിളിച്ചു ചോദിക്കുകയാണ്. ഖബർസ്ഥാനിൽ ചെന്നിട്ട് ചോദിച്ചാൽ ആരും മറുപടി പറയില്ലെന്നറിയാം. എങ്കിലും അദ്ദേഹം വിളിച്ചു ചോദിക്കുകയാണ്, മൽ ഖബറു ഇൻദകും, എന്താ നിങ്ങളുടെ വിശേഷം, എന്താ നിങ്ങളുടെ വാർത്ത? ആരും മറുപടി പറയുന്നില്ല. അവിടുന്ന് മറുപടിയില്ല. മഹാനായ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പരിവാരങ്ങളോട് ചെന്ന് നിന്നിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ അൽ ഖബറു ഇൻദനാ, ഞങ്ങളുടെ വാർത്ത നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ പോയതിനു ശേഷം, നിങ്ങൾ വിട പറഞ്ഞതിനു ശേഷം ഇവിടെ എന്താണ് വാർത്തയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതെ, ഇന്ന അംവാലകും ഖദ് ഖുസ്സിമത്, രാവില്ലാതെ പകലൊന്നില്ലാതെ പട്ടിണി കിടന്ന് നീ ഉണ്ടാക്കിയ സമ്പത്ത് ഖദ് ഖുസ്സിമത്, അത് ഞങ്ങളെല്ലാം വഴക്കിട്ട് കേസ് കൊടുത്ത് വക്കാണം കൂടി വീതിച്ച് കൃത്യമായി ഓരോരുത്തർ കൊണ്ടുപോയിട്ടുണ്ട്. വഇന്ന ബയൂതകും ഖദ് സുകിനത്, ഒരുപാട് സ്വപ്നം കണ്ട് ലോണെടുത്ത് പലിശ അടച്ച് രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കി വീടുണ്ടാക്കി നീ താമസിക്കാനുണ്ടാക്കിയ വീട്ടിൽ ഇന്ന് നീയില്ല. പക്ഷെ അതുകൊണ്ട് അത് കാലിയല്ല കേട്ടോ, നേരെ മറിച്ച് മറ്റുള്ളവർ അവിടെ താമസം തുടങ്ങിയിട്ടുണ്ട്. നിന്റെ ഇണ, നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നീ പോയതിനു ശേഷം അവർ തനിച്ചായിട്ടില്ല, അവർ വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെ വാർത്തയെല്ലാം സുഖകരമാണ്, ഇവിടുത്തെ അവസ്ഥയെല്ലാം സുഖകരമാണ്, ഇവിടെ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ വാർത്ത എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ്, അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്നിട്ട്
അവർ ആ കൂടെയുള്ളവരോട് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നത്, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾക്ക് സംസാരിക്കാൻ അല്ലാഹു കഴിവ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഖബറിൽ കിടന്നവർ വിളിച്ചു പറയുമായിരുന്നു, ദുനിയാവിൽ ഞങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ ഞങ്ങൾ സ്വരുക്കൂട്ടിയ ഞങ്ങളുടെ സമ്പത്തിൽ ഏറ്റവും ഖൈറായത് തഖ്വ മാത്രമാണ്. വേറൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരായുസ് മുഴുവൻ ചെലവഴിച്ച വീട് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ വാരിവെച്ച, ഞങ്ങൾ വാങ്ങിക്കൂട്ടിയ പറമ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നേരെ മറിച്ച് ജീവിതത്തിൽ ഞങ്ങൾ ഒരുക്കിയ പാഥേയങ്ങളിൽ ഏറ്റവും ഹൈറായതും ബാക്കിയായതും തഖ്വ മാത്രമാണെന്ന് ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾക്ക് നാവ് കൊടുത്തിരുന്നെങ്കിൽ അവർ വിളിച്ചു പറയുമായിരുന്നുവെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് ഓർത്തു വെക്കണം, പണിയെടുക്കണം. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണം. ആഖിറം കണ്ടു ജീവിക്കണം. ആഖിറത്തിന്റെ സന്തതികളാകണം. അതിന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, ആറു കാര്യങ്ങൾ. അവ്വലുഹാ മൻ അറഫല്ലാഹ ഫഅതാഅഹ്. ഒന്നാമതായി അല്ലാഹുവിനെ അറിയണം. MBBS പാസ്സായവൻ, MBA പാസ്സായവൻ, LLB പാസ്സായവൻ, നീറ്റ് പാസ്സായവൻ, പക്ഷെ അല്ലാഹുവിനെ അറിയില്ല. അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചില്ല. ഈ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ അല്ലാഹുവിനെ പറ്റി പഠിക്കാൻ കഴിയാതെ പോയവർ, റഹ്മാനായ റബ്ബിനെ അറിയാതെ പോയവനേക്കാൾ വലിയ ഹതഭാഗ്യനാരാണ്. അതുകൊണ്ട് ആദ്യം മൻ അറഫല്ലാഹ ഫതഅഹ്, അല്ലാഹുവിനെ അറിയുക, അവന് പൂർണ്ണമായി വഴിപ്പെടുക. വഅറഫ ശൈത്വാന ഫഅസാഹ്, രണ്ട് പിശാചിനെ അറിയുക. മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന പിശാചിനെ അറിഞ്ഞ് അവനോട് മാറാവണം, അവനെതിരാകണം, അവനെ ധിക്കരിക്കണം, അവന് വഴിപ്പെട്ടു പോകരുത്. മൂന്നാമതായി വഅറഫൽ ഹഖ്ഖ ഫത്തബഅഹ്, സത്യമറിയണം, ഹഖ് എന്നിട്ട് അതിനെ ഫോളോ ചെയ്യണം. കേൾക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതും കേൾക്കുന്നതും കണ്ടതും കേട്ടതും അതിന്റെ പിന്നാലെ പോകല്ല. നേരെ മറിച്ച് വഅറഫൽ ഹഖ്ഖ ഫത്തബഅഹ്, നേരെ മറിച്ച് ഹഖ് അറിയണം, സത്യം അറിയണം, അതിനെ ഫോളോ ചെയ്യണം. വഅറഫൽ ബാത്തില ഫത്തഖാഹ്, അതോടൊപ്പം ബാത്തില് നിരർത്ഥകമായത് അസത്യം അതിനെയും അറിയണം, അതിനെ വർജിക്കണം, വലിച്ചെറിയണം. മാത്രമല്ല വഅറഫദ് ദുനിയാ ഫറഫലഹ, ദുനിയാവിനെ അറിയണം, ദുനിയാവെന്തെന്നറിയണം, എന്നിട്ട് അതിനെ വർജിക്കണം. വഅറഫൽ ആഖിറത ഫതലബഹ, ആഖിറത്തിനെ അറിയണം, എന്നിട്ട് അത് തേടണം, അതന്വേഷിക്കണം. ഇങ്ങനെ മൊത്തം 6 കാര്യങ്ങൾ ജീവിതത്തിന്റെ ആവേശമായി, ജീവിതത്തിന്റെ അറിവായി സ്വീകരിക്കണമെന്നാണ്. എങ്കിൽ ഈ ഭൂമി നമുക്ക് വേണ്ടി കരയും, ഈ മണ്ണ് നമുക്ക് വേണ്ടി കരയും, ഈ മണ്ണ് നമുക്ക് വേണ്ടി കരയും, ഈ മണ്ണ് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇത്തഖുൽ അർദ്, ഭൂമിയെ നിങ്ങൾ കരുതണേ, ഇന്നഹാ ഉമ്മുക്കും, അത് നിങ്ങളുടെ ഉമ്മയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഭൂമി നിങ്ങൾക്ക് കരയും. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഈ ലോകത്തെ സ്വേച്ഛാധിപതികളായ മനുഷ്യർ, അഹങ്കാരികളായ മനുഷ്യർ, ആ അഹങ്കാരികൾ അവരുടെ അഹങ്കാരത്തിന്റെ പേരിൽ അല്ലാഹു കടപുഴക്കിയപ്പോൾ അവർക്ക് സംഭവിച്ചതിനെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിച്ചെടുത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദു വമാ കാനൂ മുൻദരീൻ, ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കണ്ണീര് പൊഴിച്ചില്ല എന്ന്. ഭൂമിയിൽ രമ്യഹർമ്മങ്ങൾ തീർത്ത്, കൊട്ടാരങ്ങൾ തീർത്ത്, ഏകഛത്രാധിപതികളായി ഈ ലോകത്ത് വാണ ആളുകളെ അല്ലാഹു അതേ വലിയ ഈത്തപ്പനകൾ കടമുഴക്കപ്പെട്ടതുപോലെ ഈ ഭൂമിയിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടപ്പോൾ അല്ലാഹു ആ രംഗം നോക്കി പറയാണ്, ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കണ്ണീര് പൊഴിച്ചില്ലെന്ന് മാത്രമല്ല, അവരെ കാത്തിരിക്കാൻ ആളുണ്ടായില്ല എന്ന ആയത്തിനെ വിശദീകരിച്ചു ഉലമാ പറയാണ്, ഇന്നൽ അർള തബ്കി അലാ റജുലിൻ വതബ്കി മിൻ റജുൽ, ഭൂമി കരയും, ഒരുത്തന് ഓണ്ടിക്കരയും, ഒരുത്തനെതിരെ കരയും. ഭൂമി ഒരുത്തന് ഓണ്ടിക്കരയും, ഒരുത്തനെതിരെ കരയും. അതേ തബ്കി അലാ മൻ യഅമലു അലാ വഹരിഹാ ബിതഅത്തില്ലാ, ഈ ഭൂമിക്ക് മുകളിൽ നടക്കുമ്പോ അല്ലാഹുവിന് വഴിപ്പെടുന്നവന് വേണ്ടി ദുആ ചെയ്യും. ഭൂമി അവന് വേണ്ടി ദുആ ചെയ്യും, അല്ലാഹുവേ ആയുസ് കൊടുക്കല്ല, ഇവനെ നിലനിർത്തല്ല, ഇവനെ ചുമക്കാൻ എനിക്ക് ഭാഗ്യം തായല്ല എന്ന നിലയിൽ കരഞ്ഞുകൊണ്ട് ഭൂമി അല്ലാഹുവിനോട് ദുആ ചെയ്യും. വതബ്കി മിമ്മൻ യഅമലു അലാ വഹരിഹാ ബിമഅസിയത്തില്ലാ, അതുപോലെ തന്നെ ഭൂമി കരയും. ആർക്കെതിരെ? അതിന്റെ മുകളിൽ നിന്ന് പാപം ചെയ്യുന്ന മനുഷ്യർക്കെതിരെ. അല്ലാഹുവേ ഇവനെ നീക്കിത്താ അല്ലാ, അല്ലാഹുവിനെ ചുമക്കാൻ കഴിയില്ല അല്ലാ, ഇവനെ നീക്ക് എന്ന രൂപത്തിൽ ഭൂമി അവനെതിരെ കരയും എന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ഉലമാ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോ, ഭൂമിക്ക് മുകളിൽ ജീവിക്കുമ്പോ, ഭൂമി നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, ഭൂമി നമുക്ക് വേണ്ടി കരയണം. ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ കരയുന്നതിനേക്കാൾ ഉപരി ഭൂമി കരയണം. ഭൂമി കരയാത്ത ഹതഭാഗ്യരുണ്ട്. ഫമാ ബഖത്
അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരഞ്ഞില്ലടോ എന്ന് ഖുർആൻ പറയുമ്പോൾ അതിന്റെ മഫ്ഹൂം മുഖാലഫ പിടിച്ച് ഭൂമി കരയുന്ന ആളുകൾ, ഭൂമി നെഞ്ചേറ്റുന്ന മനുഷ്യരുണ്ട്, ഭൂമി താങ്ങുന്ന മനുഷ്യരുണ്ട്, ഭൂമി ദുആ ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. ആ ഗണത്തിൽപ്പെടാൻ നമ്മൾ അധ്വാനിക്കുക, പരിശ്രമിക്കുക, അതിനുവേണ്ടി ആ ജീവിതത്തെ ക്രമപ്പെടുത്തുക, അതിനുവേണ്ടിയുള്ള ചിന്തകൾ നടത്തുക, അത്തരം എയിമുകൾ നമ്മൾ സെറ്റ് ചെയ്യുക, അത്തരം പോളിസികൾ നമ്മുടെ ജീവിതത്തിന്റെ പോളിസികളായി കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ചെന്നുകിടക്കുന്ന ഖബറിലേക്ക്, ആ ഖബറിൽ സ്വർഗം പണിത് അവിടെ സ്വപ്നം കണ്ട് അവിടെ ആശ്വാസത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ച് ജീവിതത്തിൽ ഏതു സമയത്ത് നമ്മെ മരണം പിടിപെട്ടാലും, ഏത് സെക്കൻഡിൽ ഈ ലോകത്തുനിന്ന് യാത്ര പറയേണ്ടി വന്നാലും സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആവുന്നത് നമ്മളാൽ കഴിയുന്നത് ദുനിയാവിൽ ചെയ്ത് ബാക്കിയാക്കി അതിന്റെ അസർ നിലനിർത്തി യാത്ര പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരുപാട് സംഗതികൾ ദുനിയാവിൽ ചെയ്യാനുണ്ടാവും, ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ടാവും, ക്ഷീണമില്ലാതെ പ്രവർത്തിക്കേണ്ടതുണ്ടാവും, ആശങ്കകൾ മാറ്റിവെക്കേണ്ടതുണ്ടാവും, എല്ലാ പ്രതിസന്ധികളും മാറ്റിവെച്ച് പലതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടാവും. ആ നിലയിൽ നമ്മൾ നടത്തിയ ചിന്തകളുടെ ഔഹിക ലോകത്ത് അല്ലാഹു നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം, ആ സമ്മാനം ആനന്ദിക്കുന്ന ദിവസമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. അത് നമ്മുടെ കരുണാഭവന്റെ ഉദ്ഘാടനം കൊണ്ടാണ്. ആ കരുണയുടെ ഉദ്ഘാടനം ഏതാണ്ട് 227 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളത് പ്രഖ്യാപിക്കുമ്പോൾ ഒരുപാട് ആശങ്കയുടെ കാർമേഘ കൂട്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. എന്തു ചെയ്യും ഇത് പൂർത്തിയാക്കാൻ എന്ന് നമ്മൾ ആലോചിച്ച് പകച്ചു നിന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. കനത്തു പെയ്ത മഴയുണ്ടായിരുന്നു. പൈസയില്ലാതെ പ്രയാസപ്പെട്ട് പകച്ചു നിന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും 227 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ആ കാർമേഘങ്ങളെ നീക്കി തന്നു. 3 കൊല്ലങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ പദ്ധതിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 6 മാസം കൊണ്ട് കണ്ണിറയെ കാണാനുള്ള ഒരു സൗഭാഗ്യം, അതിന്റെ തുടക്കം കുറിക്കാനുള്ള സൗഭാഗ്യം, അതിനുവേണ്ടി സംവിധാനങ്ങൾ ഒരുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്തു. ഇന്ന് കരുണാഭവന് വേണ്ടി ഈ നാടിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ശുക്രിന്റെ ദിവസമാണ്, നന്ദിയുടെ ദിവസമാണ്, അല്ലാഹുവിനെ ഹംദ് പറയുന്ന ദിവസമാണ്, അല്ലാഹുവിനെ സ്തുതിക്കുന്ന ദിവസമാണ്. 1000 ശുക്റുകൾ കൊണ്ട്, നന്ദികൾ കൊണ്ട് അല്ലാഹുവിനെ നന്ദി പറയുന്ന ദിവസമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസർ, നമ്മൾ മരിച്ചാലും ഈ ലോകത്ത് നിന്ന് പിടഞ്ഞു വീണ് യാത്ര പറഞ്ഞ് ഖബറിൽ പോയി കിടന്നാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു വരുമാനം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഭൗതിക ലോകത്ത് നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ അതാണ് അവരുടെ ജീവിതത്തിലെ ഭാഗ്യങ്ങളിൽ ഒന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സൗഭാഗ്യമാണ്. മിണ്ടാപ്രാണികളായ, സംസാരിക്കാത്ത, പാപം ചെയ്യാത്ത, കുറ്റം ചെയ്യാത്ത മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം എഴുതി വെച്ച് ഒരു ബാധ്യതയും ഏൽപ്പിക്കാത്ത മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു അധ്വാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്വാർത്ഥരായ മക്കളോടൊപ്പം ആ റബ്ബ് ഒരുക്കിയ സ്വർഗത്തിലെത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മനുഷ്യരുടെ ദുആ കൊണ്ടാണ്, ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന കൊണ്ടാണ്, ഒരുപാട് മനുഷ്യരുടെ വിയർപ്പ് കൊണ്ടാണ്, ഒരുപാട് മനുഷ്യരുടെ സമയം കൊണ്ടാണ്, ഒരുപാട് മനുഷ്യരുടെ നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ആ ഒരു പദ്ധതി നമുക്ക് ഒരു ഭാഗത്തെത്തിക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് ഒരുപാട് സഹായിച്ച മനുഷ്യർക്ക് ഖബറു നിറയെ, നാളെ ആഖിറം നിറയെ, സ്വർഗം നിറയെ കൺകുളിർമ, ഖുറത്തുൽ ഐൻ അല്ലാഹു അവർക്കും അവരുടെ കുടുംബത്തിനും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരൊക്കെ നമുക്കറിഞ്ഞുകൂടാ, ഒരുപാട് മനുഷ്യരുണ്ട്, നമുക്കറിയുന്നതും അറിയാത്തതുമായ നിരവധി മനുഷ്യരുണ്ട്. അവരുടെ വിയർപ്പാണ്, അവരുടെ അധ്വാനമാണ്, അവരുടെ കൻസാണ്, അവരുടെ നിധിയാണ്, അവർ ഫിക്സഡ് ഡിപ്പോസിറ്റായി ഇട്ടുപോകുന്ന അവരുടെ അധ്വാനമാണ് യഥാർത്ഥത്തിൽ അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പദ്ധതികൾ അവസാനിക്കുന്നില്ല. നമുക്കറിയാം തുടർന്നുള്ള പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. 1000 പേര് ഒന്നിച്ചു
ഒരുമിച്ച് നിസ്കരിക്കുന്ന ഒരു മസ്ജിദ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 1111 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പൂർത്തിയാക്കേണ്ട പ്രൊജക്റ്റാണ്. ഖുർആനിന് വേണ്ടി മാത്രം ഒരു സിറ്റി, അത് നമ്മുടെ ഈ വരുന്ന ദിനങ്ങളിൽ നമ്മൾ പൂർത്തിയാക്കേണ്ട 1111 ദിവസങ്ങളിൽ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് സ്വസ്ഥമായി ദീനിയായ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നിന്ന് പഠിക്കാൻ ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ 1111 ദിവസങ്ങളിലുള്ള പ്രൊജക്റ്റാണ്. ഈ സ്ഥാപനത്തിലേക്ക് നമ്മൾ മരിച്ചു പോയാലും നമ്മൾ കണ്ണടഞ്ഞു പോയാലും ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുവാൻ ആവശ്യമായ രൂപത്തിൽ അവിടേക്കുള്ള വരുമാനം ഒഴുകുന്ന പദ്ധതികൾ, പ്രൊജക്റ്റുകൾ നമ്മുടെ സ്വപ്നമാണ്. ഇതെല്ലാം നിർവഹിക്കാൻ അള്ളാഹു തന്ന ഈ ചെറിയ ആയുസ് കൊണ്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. ആളുകളെ കൂട്ടി നിർത്തണം. എല്ലാവരും ചേർന്ന് നിൽക്കണം. ഒരു മനസ്സോടെ പ്രവർത്തിക്കണം. നാളെ ആഖിറത്തിലേക്കുള്ള ഒരു നിധിയായി ഈ ബുസ്താനിന്റെ മണ്ണ് മാറാൻ നമ്മുടെ മുൻഗാമികൾ അവർ ഇട്ടുപോയത്, അവർ സമ്പാദിച്ചത്, അവരാരും ധനികരായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പാവങ്ങളായിരുന്നു, പട്ടിണി പാവങ്ങൾ. ചെറ്റക്കൂരകളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർ, 3 നേരം കൃത്യമായി ആഹാരം കഴിക്കാനില്ലാത്ത പാവപ്പെട്ട നമ്മുടെ ഉപ്പമാര്, നമ്മുടെ കാരണവന്മാര്, അവരുടെ സമ്പത്തിന്റെ ഓഹരി ബാക്കി വെച്ച് പോയതാണവർ. അവരിന്ന് ഖബറിലാണ്, അവർ ഖബറിൽ കിടക്കുകയാണ്. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് മുന്നിൽ നടന്ന ഒരുപാട് മനുഷ്യർ, പല നിലക്കും സഹായിച്ചവർ, ഞങ്ങളോടൊപ്പം ഇല്ലാത്തവർ, ഖബറിന്റെ ഇരുട്ടറയിൽ കഴിച്ചു കൂട്ടുന്നവർ, അല്ലാഹുവേ അവരുടെ ഖബറിൽ നീ പ്രകാശം നിറച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഇവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാഹ്. ആ സാധുക്കളായ മനുഷ്യർ ഈ മണ്ണിൽ നിന്ന് ദുആ ചെയ്തിട്ടുണ്ടാകും റബ്ബിനോട്, അല്ലാഹുവേ ഇത് നിലനിർത്തണേ എന്ന്, അല്ലാഹുവേ ഇത് തുടർത്തണേ എന്ന്. അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലനം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. അല്ലാഹു വാഗ്ദാനം ചെയ്തതുപോലെ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, എന്റെ മാർഗ്ഗത്തിൽ ആരാണോ പണിയെടുക്കുന്നത് അവൻ ഒരു വാതിലല്ല 1000 വാതിലുകൾ തുറന്നു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനം. ഈ 277 ദിവസം കൊണ്ട് കണ്ടറിഞ്ഞവരാണ് നമ്മൾ. നമ്മുടെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചവരുണ്ട്, ആക്ഷേപിച്ചവരുണ്ട്, പറഞ്ഞു വിട്ടവരുണ്ട്, തുറിച്ചു നോക്കിയവരുണ്ട്, കളിയാക്കിയവരുണ്ട്. പക്ഷേ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അല്ലാഹു പറഞ്ഞ വാഗ്ദാനം 1000 വഴികൾ നിങ്ങൾക്ക് തുറന്നു തരുമെന്ന് റബ്ബുൽ ആലമീൻ പറഞ്ഞ വാഗ്ദാനം നമ്മൾ കാണാൻ. ഒരു വാതിലല്ല 1000 വാതിലുകൾ തുറന്നിട്ടത്. നമ്മൾ ആരും കിതച്ചില്ല, നമ്മൾ ആരും ഓടിയില്ല, നമ്മൾ ആരും ഉയർത്തില്ല. നമ്മളൊരു നിയ്യത്ത് വെച്ചിറങ്ങിയപ്പോ നമ്മുടെ മുന്നിൽ അല്ലാഹു തുറന്നിട്ടു തന്ന വാതിൽ നമ്മൾ ഇന്ന് കാണുകയാണ്. കണ്ണീരോടെയല്ലാതെ, ഓർക്കാൻ കഴിയാത്ത രൂപത്തിൽ, 1000 ഹംദുകൾ സമർപ്പിച്ചുകൊണ്ടല്ലാതെ സ്വീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു തന്ന നിഅമത്താണത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സന്തോഷം നമ്മുടെ നാട്ടിലുള്ള, നമ്മളോടൊപ്പം ജീവിക്കേണ്ട, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തന്നെ നിൽക്കേണ്ട നമ്മുടെ മക്കളോടൊപ്പം ചേർത്ത് നിർത്തേണ്ട മക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാതുറന്ന് അവരുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയില്ല. നമ്മുടെ മക്കളെ പോലെ ഓടി വന്ന് നമ്മെ ചുറ്റിപ്പിണയാൻ കഴിയില്ല. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ കണ്ടറിയും അവർ ചിന്തിക്കുന്നത് എന്ത് എന്ന്, അവർ കൊതിക്കുന്നത് എന്ത് എന്ന്, അവർ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന്, അവർക്ക് എങ്ങനെയാണ് തലോടെ ലഭിക്കേണ്ടത് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അവരെ പരിചരിക്കാനുള്ള ഒന്നാമത്തെ നമ്മുടെ ഉദ്യമം നമ്മൾ നിർവഹിക്കുന്നത് റബ്ബിന്റെ സഹായത്തിന് വേണ്ടി മാത്രമാണ്. റബ്ബിന്റെ സഹായത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഇന്നമാ തൂസറൂന വതുഗ്നമൂന ബിദുഅഫായിക്കും, നിങ്ങൾക്കിടയിലെ പാവങ്ങളെ കൊണ്ട്, ദുർബലരെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുകൊണ്ട് തന്നെ അതെ, അവരെ നമ്മൾ ചേർത്ത് വെക്കുന്നു നെഞ്ചോട് റബ്ബിന്റെ സഹായത്തിന് വേണ്ടി, അവന്റെ നസ്റിന് വേണ്ടി. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഇന്ന് വൈകുന്നേരം 3 മണി മുതൽ നമുക്ക് ആ പരിപാടി ആരംഭിക്കും. 4 മണിക്ക് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടും. ഇൻഷാ അല്ലാഹ് അനവധി ആളുകൾ ഈ നഗരിയിലേക്ക് വരും, ഇതറിയാൻ വരും. നമ്മുടെ അടുക്കൽ ഈ അവരുടെ സന്തോഷം പങ്കുവെക്കാൻ ഓടിയെത്തും. അങ്ങനെ ഓടിയെത്തിയ കുറെ മനുഷ്യരുണ്ട്. ഇന്ന് 10 മണിക്കു തന്നെ ഈ ക്യാമ്പസിലേക്ക് വന്ന ഉപ്പമാരുണ്ട്. അടുത്തു നിന്നല്ല, അകലെ നിന്ന്, മലപ്പുറം ജില്ലയിൽ നിന്നും, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്നുമൊക്കെ മറ്റു ജില്ലകളിൽ നിന്ന് 10 മണിക്കു തന്നെ ഇതിനു വേണ്ടി ഇവിടെ എത്തിയ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക്, കാരണവന്മാർക്ക് ആഫിയത്തും ദീർഘായുസ്സും അതുപോലെ തന്നെ സലാമത്തും ഈമാനും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ച നിരവധി മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അവരുടെ കൂട്ടുകുടുംബാദികളെയും അവരുടെ സന്താന പരമ്പരകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളാക്കി നാളെ ആഖിറത്തിൽ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉത്തരമിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين.